എന്താ പന്നി എന്താ എന്ത് നിങ്ങളത് അവിടെ വരെ ഓടിക്കോ, അങ്ങ് വരെ ഓടിക്കോ. ആ പോയിട്ടോ, ഞാൻ പോവും. ഒറ്റ മൈൻഡ് പോവാം, ഒറ്റ മൈൻഡ് ഞാൻ പോവും. ഒട്ടോ വരുമ്പായ പിന്നെ ഓനെന്താ പറഞ്ഞിട്ടാണ് എന്താടാ പന്നി എന്താ എന്ത് ഈ സമയത്ത് എന്ത് ഇവിടെ ആര് വരി ഒന്നുകൂടി ബാക്ക്ഗ്രൗണ്ട് സോ ഇതാരോ ക്യാമ്പ് ഇതിനെപ്പറ്റി വല്ല ഐഡിയ ഉണ്ടോ? ചെറുപ്പം മുതലേ നമ്മളെ ദീപം കൊണ്ട് കളിച്ചിട്ടോണ്ട് നമുക്ക് ആ പേടിയില്ല. ചെറുപ്പം മുതലേ നമ്മളിങ്ങനെ ഓരോന്ന് കാണിക്കണോണ്ട് ഒരു വള്ളം ഉണ്ടാക്കുന്ന ട്യൂട്ടോറിയലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. തീർന്നതേ ഉള്ളൂ. മഴ പെയ്ത് വണ്ടികളെല്ലാം വെള്ളത്തിനടിയുമായി. ഇവനൊക്കെ ഈ ലോറി ബസ്സൊക്കെ മാറ്റണ എന്തിനാ? ബസ്സൊക്കെ എന്തിനാ മാറ്റുന്നത്? നമുക്ക് വള്ളപ്പണി എവിടെ നോക്കാം. ഒന്നും പറയാനില്ല, ആണോ നീയൊക്കെ ഓലപ്പുഴ ഉള്ളാ നിങ്ങൾക്ക് വള്ളം ഉണ്ടാക്കാനാടാ എന്താണ് കാണിക്കുന്നത്? റോക്കറ്റ് ഒക്കെ ഉണ്ടാക്കണോ? റോക്കറ്റ് ഉണ്ടാക്കണോ ഓരോരുത്തർ? കഴിഞ്ഞോ വള്ളം കഴിഞ്ഞോ? എന്റെ പ്രായം അതല്ല വള്ളത്തിന്റെ പേര് അവിടെ പോയി വെക്കണേ. അവിടെ പോയിട്ട് വെള്ളം കേറി കേറി ഇങ്ങെത്തിയല്ലോ. അങ്ങോട്ട് പോ. ഇന്ത്യന്റെ അല്ലാതെ ഇത്ര എരണം കെട്ടൊരു വള്ളം. അതിന് വെള്ളത്തിനോടൊപ്പോലെ റേസിന് കട്ടായി. എവിടെ സാധനം? ഇവിടെ ചോരി വിളിച്ചു ഒരു 10-25 മിനിറ്റായി വള്ളം ഉണ്ടാക്കാൻ തുടങ്ങിട്ട്. വല്ലതും നടക്കോ? സ്ഥിരം വള്ളം വെക്കുന്നതിന് മുമ്പ് 2 വാക്ക് നാറ് വള്ളം അവിടെയാണ്. ഇതെന്തോ
എന്തായാലും ഇനി കൊള്ളൂല്ലോ. അവിടെ നോക്ക്, അവിടെ നോക്ക്. അതാ എടാ വെള്ളം ഒഴുകി പോണടാ എന്റെ വള്ളം. ഓ റൈസിലോ മാറിക്ക്. എടാ വാള ബുദ്ധിയുണ്ടോ പറക്കണ് മരുന്നിഞ്ചറ. എടാ പോണ്ടാ അജിത്ത് നീ ഒരു വെള്ളം ഉണ്ടാക്കിട്ട് എടാ ഇതെന്താ കപ്പലിന്റെ ഇടാനാ എടാ റേസിന്റെ വെള്ളം മറ്റേതായിരുന്നു അതാ പോണ തരാം. എടാ മഴവെള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നടാ. ഓ മേര ജാ മുങ്ങോ മുങ്ങും ഈ മുതുവാഴ ഉണ്ടാക്കിയ വെള്ളം നോക്കിയത് വെള്ളം എങ്ങനെ കയറിയടാ. കൊട എന്തിനാ അല്ല അതെന്തു കൊട എന്തിനാ കൊട എന്തിനാ. നമ്മളാരും കണ്ടില്ലേ. ഞാൻ വന്നപ്പോ വെള്ളതാ ഗേറ്റിന്റെ അത്ര ഉണ്ടായിരുന്നു. ഇപ്പൊ ഇങ്ങെത്തി. ഏയ് മഴേനെ പറ്റി എന്താ പറയാനുള്ളത്? എന്നാണ് എന്റെ ചാനൽ മാത്രം ഇങ്ങനത്തെ സാധനം. അതെന്താ ചെയ്യണ കറണ്ടില് ഇവരാണ് സാറേ വെള്ളത്തിറങ്ങിയത്. ഒരു ഷവർ ബൈക്കോട് നീ അവിടെ വരെ പോലടാ. ആരായിട്ട് വരാൻ പോയി. ഏറ്റവും മോനെ മാതിരി മഴ പെയ്തിട്ടാണെങ്കിൽ ഇവിടെ കാല് കുത്താൻ പറ്റാത്ത അവസ്ഥ അല്ലേ. വേറെ മുട്ടറ്റം വെള്ളം ഇറങ്ങുന്നിടത്ത് ഏതാണ് അവസ്ഥ. എത്ര വണ്ടികളാ പോവാൻ കൂടെ. ഈ വണ്ടിയുടെ ഒക്കെ ആൾക്കാർ കൂടെ പറഞ്ഞിട്ടില്ല മഴ പെയ്തതും. വണ്ടികളൊക്കെ ബോണറ്റോ പോകുക വെള്ളം പൊന്തിയിട്ടുണ്ട്. പടച്ചോന്നറിയാം നാളെ എത്ര വണ്ടികൾ പോകുന്നു. അങ്ങനെ മഴയൊക്കെ തീർന്നിട്ടുണ്ട്. താഴത്തെ അവസ്ഥ എന്താണെന്ന് നോക്കാം. നല്ല രസമായിരിക്കും. ചില്ലറ പണിയൊന്നുമില്ല ഗൈസ്.